നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ചങ്ങരംകുളത്ത് ബൈക്കിടിച്ച് തമിഴ്നാട് സ്വദേശി മരിച്ചു. ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. തമിഴ്നാട് സ്വദേശിനി രേവതിയാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഇവരെ ബൈക്കിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ OP ആരംഭിക്കുന്നതിനായി താൽക്കാലിക സൗകര്യമെന്ന നിലയിൽ മഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള ടൗൺ ഹാൾ വിട്ടു നൽകാൻ തയ്യാറാണെന്ന നഗരസഭാ തീരുമാനത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ പൂർണ്ണ പിന്തുണ. ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ തന്നെ നിലനിർത്തണമെന്നും ഐക്യകണ്ഠേന യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. GPS സംവിധാനം ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്തിയ 2 യുവാക്കളെ എക്സൈസ് സംഘം തിരൂരിൽ പിടികൂടി. തിരൂർ കാടാമ്പുഴ തട്ടാമ്പറമ്പ് ഭാഗത്ത് വെട്ടിക്കാടൻ സ്വാലിഹ്, കാരേക്കാട് കാടാമ്പുഴ മൽദാരി അബ്ദുൽ ഖാദർ എന്നിവരെയാണ് മാനന്തവാടി തിരൂർ എക്സൈസ് ടീമുകൾ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ ആംബുലൻസുകൾക്കും അഗ്നിരക്ഷാ സേനയ്ക്കും ട്രാഫിക് സിഗ്നലുകളിൽ തടസ്സം കൂടാതെ പോകാൻ ലൈറ്റുകളിൽ സമയക്രമീകരണം ഏർപ്പെടുത്താനുള്ള പദ്ധതി എങ്ങും എത്തിയില്ല. 2024 കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ടെക്നോളജീസ് കമ്പനിയുമായി ചേർന്ന് ജില്ലയിൽ പദ്ധതി ആലോചിച്ചിരുന്നത്. തവനൂർ പഴയ ദേശീയപാതയിലെ തവനൂർ റോഡ് ജംഗ്ഷൻ മുതൽ അയങ്കലം തവനൂർ വഴിയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ സർവീസ് നിർത്തിവെച്ച് സമരത്തിനൊരുങ്ങുന്നു. 8-ന് സൂചനാ പണിമുടക്കും 13 മുതൽ അനിശ്ചിതകാല പണിമുടക്കുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെഡിക്കൽ ഉപകരണങ്ങൾ എത്താത്തത് മൂലം മാറാഞ്ചേരി പരിച്ചകത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വൈകുന്നു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം പൂർത്തിയായ കേന്ദ്രമാണ് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ മൂലം പ്രവർത്തനം തുടങ്ങാനാവാത്ത നിലയിലായത്. നിർമ്മാണം പൂർത്തിയായി 2 വർഷം കഴിഞ്ഞു. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകും വരെ പലയിടത്തും ഗതാഗത പ്രശ്നം രൂക്ഷം. സർവീസ് റോഡ് നിർമ്മിച്ച് ഗതാഗതത്തിന് തുറന്ന് മാസങ്ങൾ പിന്നിട്ട ശേഷം അരികെ അഴുക്കുചാൽ നിർമ്മാണത്തിന് ആഴത്തിൽ കിടങ്ങു കീറിയതാണ് പ്രശ്നത്തിന് കാരണമായത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.